ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഞാനിവിടെ 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒരു 2-3 പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കുവാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് ടിൻ റെഡിയാക്കി വെച്ച ശേഷം നമുക്കൊരു ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് ബീറ്റായിട്ട് വന്നാൽ നമുക്കതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ കേക്കിന്റെ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഓവനും പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ആണ് ഞാൻ എൻ്റെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ കേക്കിന്റെ ബാറ്റർ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിന്റെ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കേക്കിന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ടാണ് നമ്മൾ കേക്ക് ടിൻ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു കേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. കേക്ക് ബേക്കായി വരുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമും റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഐസിങ് ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാനത് തണുത്ത ശേഷം ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു കേക്കിൻ്റെ ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുവാണ്. ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയുടെ പീസും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു 2ാമത്തെ ലെയർ കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലെയറും ഞാൻ ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുവാണ്. ഇനി ആ ഒരു ലെയറും വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുവാണ്. ഈ ഒരു ക്രീം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ലെയർ കേക്കിൻ്റെ മുകളിലും ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറി കുറച്ച് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 3ാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുവാണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുവാണ്.
ഞാനിവിടെ കേക്ക് ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. കേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്തെടുത്ത ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് ചോക്ലേറ്റ് അതിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറി വെച്ച് കൊടുക്കാം. അതിനുശേഷം താഴെയായിട്ട് ഞാൻ ചെറിയൊരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.